നമസ്കാരം, ആനന്ദ് ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകൾ. 186 പ്രവാസികൾക്ക് ഒമാൻ പൗരത്വം അനുവദിച്ചുകൊണ്ട് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. HIV പരിശോധനയിൽ അയോഗ്യരാകുന്നവർക്ക് റെസിഡന്റ് വിസ സ്റ്റാമ്പിങ്ങിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തി നാടുകടത്തുമെന്ന് ദുബായ് ആരോഗ്യ മന്ത്രാലയം. ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ ദുബായിൽ ബസ്സുകൾക്കും ടാക്സികൾക്കും പുതിയ പാതകൾ വരുന്നു. നിലവിലുള്ളവയ്ക്ക് പുറമെ 13 കിലോമീറ്റർ നീളത്തിൽ 6 പുതിയ പാതകൾ ഉടൻ നിർമ്മിക്കും. സൈന്യവും കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ 2 ഭീകരർ കൂടി പിടിയിൽ. കശ്മീരിലെ DK-പോറ പ്രദേശത്ത് നടത്തിയ തിരച്ചിലാണ് ഇവർ പിടിയിലായത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ക്രിക്കറ്റിലേക്കും. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ തീരുമാനമെടുക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ നിന്നും ചാമ്പ്യന്മാരായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പിൻവലിക്കാൻ BCCI നീക്കം. വാർത്തകൾ വിശദമായി. 186 പ്രവാസികൾക്ക് ഒമാൻ പൗരത്വം അനുവദിച്ചുകൊണ്ട് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാനി പൗരത്വം നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടുത്തിടെ പരിഷ്കരിക്കുകയും ലളിതമാക്കുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സുൽത്താൻ ഉത്തരവ് പുറത്തിറക്കിയത്. പൊതു താൽപ്പര്യവും സാമൂഹിക കാര്യങ്ങളും മുൻനിർത്തിയാണ് പുതിയ നിയമം. പൗരത്വവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമർപ്പിക്കേണ്ടത്. മന്ത്രാലയം അപേക്ഷകൾ പഠിക്കുകയും നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യും. റെസിഡൻസ് വിസ സ്റ്റാമ്പിങ്ങിന് നിർബന്ധമാക്കിയ HIV പരിശോധനയിൽ അയോഗ്യരാകുന്നവർക്ക് ആജീവനാന്ത വിലക്കും ഏർപ്പെടുത്തും, നാടുകടത്തുകയും ചെയ്യുമെന്ന് ദുബായ് ആരോഗ്യ മന്ത്രാലയം. അവ്യക്തമായ പരിശോധനാ ഫലമാണ് ലഭിച്ചതെങ്കിൽ 2 ആൻറ്റിബോഡി പരിശോധനകൾ കൂടി അവർ വിധേയരാകേണ്ടി വരും. ഇതിലും പരാജയപ്പെട്ടാൽ നാട്ടിലേക്ക് തിരിച്ചയക്കും. നിലവിലുള്ളവരുടെ വിസ പുതുക്കുമ്പോഴും പുതുതായി തൊഴിൽ വിസ എത്തിയവർക്കും ഈ നിയമം ബാധകമാണ്. പൊതുജനാരോഗ്യം ഉറപ്പാക്കി സമൂഹത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് നിയമം കർശനമാക്കിയതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു. ജീവനക്കാരുടെ പാസ്പോർട്ട് പിടിച്ചുവയ്ക്കുന്നത് നിയമവിരുദ്ധമെന്ന് കുവൈത്ത്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൗലികാവകാശത്തിനുമെതിരായ ലംഘനമാണിത്. കമ്പനി ഉടമകളുടെ അറിവില്ലാതെ ചില പ്രവാസി മാനേജർമാർ ജീവനക്കാരുടെ പാസ്പോർട്ട് അടക്കമുള്ള വ്യക്തിഗത രേഖകൾ പിടിച്ചുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം. പാസ്പോർട്ട് തിരിച്ചു നൽകാൻ വിസമ്മതിക്കുന്ന തൊഴിലുടമയ്ക്കെതിരെ അതോറിറ്റി ഫോർ മാൻ പവറിൽ ജീവനക്കാർക്ക് പരാതിപ്പെടാം. ഒരു കാരണവശാലും പാസ്പോർട്ട് വീണ്ടെടുക്കാനായില്ലെങ്കിൽ അതത് എംബസിയെ സമീപിച്ച് എമർജൻസി സർട്ടിഫിക്കറ്റ് തരപ്പെടുത്താം. ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ദുബായിൽ ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമേ പുതിയ പാത വരുന്നു. നിലവിൾക്ക് പുറമെ 13 കിലോമീറ്റർ നീളത്തിൽ 6 പുതിയ പാതകളാണ് വിഭാവനം ചെയ്യുന്നത്. ഇതുമൂലം യാത്രാ ദൈർഘ്യം 41% കുറയുമെന്നും പ്രധാന റൂട്ടുകളിലെ തിരക്ക് ഗണ്യമായി കുറയുമെന്നാണ് പ്രതീക്ഷ. ഖത്തറിലേക്ക് കടൽമാർഗം എത്തുന്നവർക്ക് പ്രവേശന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള പുതിയ മിനാക്കാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടക്കമിട്ട് ഖത്തർ അധികൃതർ. രാജ്യത്തെ മറൈൻ ടൂറിസത്തിലേക്കുള്ള പ്രവേശന കവാടമായ ഓൾഡ് ദോഹ തുറമുഖത്ത് കപ്പലുകൾ, നൗകകൾ, ബോട്ടുകൾ എന്നിവയുൾപ്പെടെ എത്തുന്ന യാത്രക്കാർക്കും സന്ദർശകർക്കുമെല്ലാം പ്രവേശന നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടതാണ് പുതിയ മിനാക്കം തീരുമാനം. സന്ദർശകർക്ക് പുറത്തിറങ്ങാതെ കപ്പലിൽ ഇരുന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കാം എന്നതാണ് മിനാക്കോമിൻ്റെ നേട്ടം. ഓൾഡ് ദോഹ തുറമുഖത്തിൻ്റെ വെബ്സൈറ്റ് മുഖേന മിനാക്കോം പ്ലാറ്റ്ഫോമിൽ പ്രവേശിച്ച് ഡിജിറ്റൽ ഫോം പൂരിപ്പിക്കണം. തുടർന്ന് പോർട്ടിൻ്റെ അംഗീകൃത ലോജിസ്റ്റിക് ഏജന്റുമായി ഫോണിലൂടെ ബന്ധപ്പെട്ട് നടപടികൾ പൂർത്തിയാക്കാം. ഖത്തർ സർക്കാർ സേവനങ്ങളിൽ ഇത്തരമൊരു പ്രവേശന നടപടിക്രമം ഇതാദ്യമാണ്. ഇനി നാഷണൽ ന്യൂസ്. ഇത്തവണത്തെ സുസ്ഥിര സൻസദ് രത്ന പുരസ്കാരത്തിന് MP-മാരായ NK പ്രേമേന്ദ്രൻ, സുപ്രിയ സുലെ, ഭർത്തൃഹരി മെഹ്താബ്, ശ്രീരംഗ് അപ്പാബാറിനെ തുടങ്ങിയവർ അർഹരായി. തുടർച്ചയായ 3 ലോക്സഭകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള പുരസ്കാരമാണ് സുസ്ഥിർ സൻസദ് രത്ന പുരസ്കാരം. പ്രേമചന്ദ്രന് നേരത്തെ 3 തവണ പുരസ്കാരം ലഭിച്ചിരുന്നു. പ്രൈം പോയിന്റ് ഫൗണ്ടേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഹൈദരാബാദ് നഗരത്തിൽ ഭീകരാക്രമണം നടത്താനുള്ള ഭീകരരുടെ പദ്ധതി പൊളിച്ചുവെന്ന് പോലീസ്. നഗരമധ്യത്തിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഭീകരൻ സംശയിക്കുന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിജയനഗരത്തിൽ നിന്നും സിറാജ് എന്നയാളെയും ഹൈദരാബാദിൽ നിന്നും സമീർ എന്നയാളെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സൗദി അറേബ്യൻ ഐസിസ് മോഡ്യൂളിന്റെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ സ്ഫോടനം നടത്താനിരുന്ന പദ്ധതിയെന്ന് പോലീസ് പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വിവാദ പരാമർശം അടങ്ങിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ സ്വകാര്യ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറെ അറസ്റ്റ് ചെയ്തു. കുറ്റാരോപിതനായ അലിഖാൻ മുഹമ്മദാബാദ് അശോക സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറായിരുന്നു. അലിഖാൻ മുഹമ്മദാബാദിന്റെ വിവാദ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്നതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സൈന്യവും കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ 2 ഭീകരർ പിടിയിലായി. കശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ DK-പോറ പ്രദേശത്ത് നിന്നുമാണ് ഇവരെ പിടികൂടിയത്. രാഷ്ട്രീയ റൈഫിൾസ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, CRPF എന്നിവർ സംയുക്തമായാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ഭീകരരുടെ കൈവശം പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ, വെടിയുണ്ടകൾ എന്നിവയും പിടിച്ചെടുത്തു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം 1 പൗണ്ട് 113.83 ഇന്ത്യൻ രൂപ, $1 85.46 ഇന്ത്യൻ രൂപ, €1 95.83 ഇന്ത്യൻ രൂപ, 1 പൗണ്ട് $1.33. ന്യൂസ് സ്പോർട്സ്. ഇന്ത്യ ക്രിക്കറ്റ് സംഘർഷം പുതിയ തലത്തിലേക്ക്. ക്രിക്കറ്റിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ഏഷ്യ കപ്പിൽ നിന്നും
ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പിൻവലിക്കാൻ BCCI നീക്കം തുടങ്ങി. ഏഷ്യ കപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് ഇന്ത്യ. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിനെ നയിക്കുന്നത് പാകിസ്ഥാൻ മന്ത്രിയും പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനും കൂടിയായ മോഹ്സിൻ നഖ്വിയാണ്. ഇക്കാര്യം മുൻനിർത്തിയാണ് BCCIയുടെ നീക്കം. ഇതോടെ അടുത്ത മാസം ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ എമർജിംഗ് ടീമുകളുടെ ഏഷ്യ കപ്പിൽ നിന്നും സെപ്റ്റംബറിൽ നടക്കുന്ന പുരുഷ ഏഷ്യ കപ്പിൽ നിന്നും പിന്മാറുന്നതായി BCCI ACC അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൾഫ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.